കാറ്റാടിക്കാട്ടിൽ കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു തമ്പുവാനക്കുട്ടൻ. കണ്ണിൽ നിറയെ കുസൃതിയുമായി കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതാ നിൽക്കുന്നു മിട്ടുമുയൽ. മിട്ടുവിനെ കണ്ടയുടൻ തമ്പു പറഞ്ഞു, മിട്ടു വാ, നമുക്ക് ഒളിച്ചു കളിക്കാം. ശരി, മിട്ടു ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. കളി തുടങ്ങി. തമ്പു എണ്ണാനും തുടങ്ങി. 1, 2, 3. മിട്ടുമുയൽ ഓടിയൊരു കുറ്റിച്ചെടിക്കുള്ളിൽ ഒളിച്ചു. എന്നാൽ മിട്ടുമുയൽ ഒളിച്ചിരിക്കുന്ന സ്ഥലം തമ്പു വളരെ വേഗം കണ്ടുപിടിച്ചു. കുറ്റിച്ചെടിയുടെ ഉള്ളിൽ പതുങ്ങിയുള്ള മിട്ടുമുയലിന്റെ ഇരിപ്പ് കണ്ടപ്പോൾ തമ്പുവിന് ഒരു കുസൃതി തോന്നി. അവൻ തന്റെ തുമ്പിക്കൈ കൊണ്ട് കുളത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തു. പിന്നെ കുറ്റിച്ചെടിക്ക് മുകളിലൂടെ ഫുഷ് എന്ന് വെള്ളം ചീറ്റിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് നനഞ്ഞ മിട്ടുമുയൽ പുറത്തേക്ക് ചാടി. ഇത് കണ്ട് തമ്പു പൊട്ടിച്ചിരിച്ചു. അല്പസമയത്തിന് ശേഷം തമ്പു തന്റെ കൂട്ടുകാരിയായ മിന്നുക്കുരങ്ങിനെ കണ്ടു. മിന്നു ഒരു മരക്കൊമ്പിലിരുന്ന് മാമ്പഴം കഴിക്കുകയായിരുന്നു. തമ്പു പതിയെ മരത്തിന്റെ പിന്നിലേക്ക് ചെന്നു. എന്നിട്ട് ഠേ എന്നൊറ്റ വിളി. മിന്നു ഞെട്ടിപ്പോയി. കയ്യിലെ മാമ്പഴം താഴെയും വീണു. അത് നേരെ കാത്തു നിന്നിരുന്ന കിക്കി അണ്ണാന്റെ മുന്നിൽ വീണു. എനിക്ക് മാമ്പഴം കിട്ടി, കിക്കി സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാവരും വീണ്ടും ചിരിച്ചു. വൈകുന്നേരമായപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. അവിടെ ജ്ഞാനിയായ ഉല്ലുമൂങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉല്ലുമൂങ്ങ തമ്പുവിനോട് ചോദിച്ചു, തമ്പു, നിന്റെ കുസൃതികള് എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ടല്ലോ. ഉണ്ട്, തമ്പു സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കുസൃതികള് രസകരമാവണം, ആരെയും വിഷമിപ്പിക്കരുത്. തമ്പു തല കുനിച്ചു. ഞാൻ ശ്രദ്ധിക്കാം മുല്ലുമുത്തശ്ശി. അടുത്ത ദിവസം മുതൽ തമ്പു വീണ്ടും കുസൃതികളൊക്കെ ചെയ്തു. പക്ഷെ ആരെയും കരയിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തില്ല. അങ്ങനെ തമ്പു കാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാനയായി മാറി. അവന്റെ കുസൃതികൾ കണ്ടാല് ഇന്നും കാട്ടിലെ മൃഗങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇന്നത്തെ കഥ ഇഷ്ടമായ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? കുസൃതികൾ ചെയ്യാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതായിരിക്കണം. അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുള്ളിച്ചാടി മിന്നു സ്കൂളിലേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. വഴിയിലെ മുത്തശ്ശൻ മാവിനടുത്ത് എത്തിയപ്പോഴാണ് മിന്നു ആ കാഴ്ച കണ്ടത്. ആ മടിയൻ കഴുതയുടെ ബുദ്ധിയിൽ ഒരു സൂത്രം തോന്നി. ഹായ്, കൊള്ളാമല്ലോ കളി. ഈ തോലെടുത്ത് പുതച്ചാൽ പിന്നെ ഞാൻ ആരാ? കാട്ടിലെ രാജാവ്.